ഹായ് ഹലോ എവരി വൺ, അനുജ അഞ്ജു ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും ഒരു 8 കിലോമീറ്റർ അകലെ ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തായിട്ടുള്ള ഒരു ബീച്ചാണ്. അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എവിടെയാന്ന്. വേറെ എവിടെയല്ല, ശംഖുമുഖം. ഇന്നിവിടെ വരാൻ കാരണം ഇവിടെ ജവഹർലാൽ നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ ഈ പാർക്കിൽ മെയിൻ എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈക്കിൾ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ കുട്ടികൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സൈക്കിളും ചവിട്ടാം. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടില്ലേ, സിഗ്നൽസ് കണ്ടില്ലേ, ട്രാഫിക് സിഗ്നൽസ്. ഇത് കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ നല്ല രസമാണ്. ഈവനിങ് ഒക്കെ നോർമലി നമ്മൾ എപ്പോഴും ഏതെങ്കിലും പാർക്കിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊരു അവർക്കൊരു എക്സസൈസും ആവും. പിന്നെ സൈക്ലിംഗ് അറിയാത്ത കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തനിയെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി ലേൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞു കുട്ടികൾക്ക് നല്ലൊരു എക്സസൈസുമായി ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം നേരെ ബീച്ചിലേക്ക് പോകാൻ പോവാണ്. അന്നേരമാണ് ഡബിൾ ഡെക്കർ ബസ് കാണുന്നത്. പിന്നെ കുറച്ച് സമയം അതും നോക്കി നിന്നു. ഇതിപ്പോൾ ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ് ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോവാണ്. ഇവിടെ ഡെയിലി സർവീസ് ഉള്ളതാണ് KSRTCയുടെ. ഇനി ഓപ്പോസിറ്റ് കാണുന്ന ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് വരുന്നത് നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതിനായിട്ട് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരു ദിവസം ആ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണം എന്ന് വളരെയധികം എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനത് കയറുവാണ്. ടിക്കറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് ഇടാം. അന്നേരം നിങ്ങൾക്ക് ഡീറ്റെയിൽസും പറഞ്ഞു തരാം. ഇനി ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് നടക്കുവാണ്. ഇവിടെ നമുക്ക് കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഒരു മത്സ്യകന്യകയെ കാണാം. അതുപോലെ വേറൊരു സ്കൾപ്ചർ എന്ന് പറയുന്നത് കടലിലേക്ക് നോക്കി ഇങ്ങനെ കാലിന്മേൽ കാലൊക്കെ വെച്ച് കിടക്കുന്ന ഒരു സ്കൾപ്ചർ ഉണ്ട്. ശംഖുമുഖം ദേവി ക്ഷേത്രവും വെട്ടുകാട് പള്ളിയും ഇവിടെ അടുത്താണ്. വേളി ടൂറിസ്റ്റ് വില്ലേജും ഈ ബീച്ചിനടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഓഖി വന്നപ്പോഴേക്കും ഈ ബീച്ചൊക്കെ പോയതായിരുന്നു. വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. അത് പറഞ്ഞില്ലല്ലോ, ഈ ശംഖുമുഖത്ത് എത്തിച്ചേരാനുള്ള വഴി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTCയുടെ ബസ്സുണ്ട്. MG റോഡ് വഴി പാളയത്ത് ചെന്നാൽ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കൂടി പോകുന്ന റോഡ് വഴി പള്ളിമുക്ക്, പേട്ട, ചാക്ക വഴി ശംഖുമുഖത്തേക്ക് എത്തിച്ചേരാം. ഇനി അതുപോലെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും പെരുന്താന്നി, വള്ളക്കടവ്, വലിയതുറ എയർപോർട്ട് വഴി നമുക്ക് ഇവിടെ എത്തിച്ചേരാം. വെക്കേഷൻസിലും ഹോളിഡേയ്സിലൊക്കെ ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. ബലിതർപ്പണം നടത്താറുള്ള ഒരു സ്ഥലം കൂടിയാണിത്. വിനായക ചതുർത്ഥിക്ക് ഗണേശ വിഗ്രഹം ഉണ്ടല്ലോ, അത് നിമഞ്ജനം ചെയ്യുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് ഈ ശംഖുമുഖം.
ഇവിടെ ഒരു കൽമണ്ഡപമുണ്ട്, പഴയ ഒരു കൽമണ്ഡപമുണ്ട്. പിന്നെ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് സൺസെറ്റ് കാണാനൊക്കെ ഇവിടെ വന്നിരുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നോണൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ഒരു ഓംലെറ്റോ പിന്നെ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഫിഷിൻ്റെ, അതൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം അടിച്ച് പൊളിച്ച് നടക്കാം. ഞങ്ങൾ ധനുഷ്കോടിയിൽ സൺറൈസ് കാണാൻ വേണ്ടി പോയിട്ട് ബ്ലോക്കിൽ പെട്ടു, കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ബേക്കൽ ഫോർട്ട് പോയപ്പോഴേക്കും അവിടെ പള്ളിക്കര ബീച്ചിൽ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോകാൻ പോയപ്പോൾ അവിടെയും ബ്ലോക്കായി, അതും കഴിഞ്ഞു. അവസാനം ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്താണ് ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റിയത്. ഈവനിങ്ങും വീക്കെൻഡൊക്കെ വെറുതെ വീട്ടിൽ മടി പിടിച്ചിരിക്കാതെ കുട്ടികളെയും കൊണ്ട് ഈ പറഞ്ഞ പാർക്കിലും പിന്നെ സൺസെറ്റൊക്കെ കാണാനായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. കുറേ പേര് മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന പാരൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. പല കുട്ടികളും പറയും ടീച്ചർ അച്ഛനും അമ്മയും പുറത്ത് പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ട് പ്ലീസ് നിങ്ങൾ എവിടേക്കെങ്കിലും പോവുക, ഇവിടെ തന്നെ വരണമെന്നില്ല, എവിടേക്കെങ്കിലും പോവുക, കുറച്ച് സമയം കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുക. അത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതാണ്. ഐ നോ വർക്കിംഗ് പാരൻസ് ആകുമ്പോൾ ഭയങ്കര ബിസിയാണ്, എന്നാലും നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ കുറച്ച് സമയം അറ്റ്ലീസ്റ്റ് സാറ്റർഡേയോ സൺഡേയോ ഒക്കെ കുറച്ച് സമയം അവർക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തുക. അവരോടൊപ്പം കുറച്ച് സമയം അവരെ കേട്ടിരിക്കുക. അവർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് കേൾക്കുക. കാരണം ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ എപ്പോഴും സ്കൂളിൽ കേൾക്കുന്ന കംപ്ലൈൻ്റ് ആണ് ടീച്ചർ, ഞങ്ങളുടെ പാരൻസ് ഞങ്ങളെ കേൾക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, ടീച്ചറിൻ്റെ വീഡിയോയിൽ കൂടി ഇത് ഷെയർ ചെയ്തൂടെ, ഞങ്ങളുടെ പാരൻസ് കേൾക്കട്ടെ എന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ശംഖുമുഖത്തെ വിശേഷങ്ങൾ, കാഴ്ചകൾ. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇഫ് യു എൻജോയ്ഡ് ദ കണ്ടന്റ് ഓഫ് ദിസ് വീഡിയോ, click the subscribe button so you can receive more content like this. Thank you. Bye bye.